നിറച്ചു കഴിച്ചോളൂ കുട്ടി. എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്ക് എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും. ഇനി എല്ലാം അമ്മ കയ്യിലെത്താൻ. എന്നാലും അടുക്കളയിൽ കയറണ്ട, പുറം പണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവണുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ. മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം. അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട. എന്റെ ഭഗവാനെ. சொல்லுமா, நீ அவன் பொண்டாட்டின்னு அவங்க கிட்ட சொல்லட்டுமா? எந்த பிரச்சனை வந்தாலும் நான் பாத்துக்கிறேன். കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴാ കൂടുതൽ പേടി. എന്തിനാ പേടിക്കുന്നത്? വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും. വേണ്ടായിരുന്നു. എന്നാ അമ്മ ഒരു വാക്ക് പറ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യ. ആ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാനതങ്ങ് മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പറഞ്ഞു വിടാം. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്.